ഹായ്, ഞാൻ അശ്വിൻ കുമാറാണ്. ഞാൻ സിനിമാ നടനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ എങ്ങനെയാണ് സിനിമാ നടനായത് എന്ന് പറയുന്ന കാര്യം ചിലവർക്കറിയാം. പക്ഷേ പലവർക്കും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ. അപ്പോൾ ആ കണ്ടീഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ബൈലാറ്ററൽ ക്ലെഫ്റ്റ് പാലറ്റും. കൂടുതൽ സമയമെടുക്കാതെ പറയണമെങ്കിൽ മേളത്ത് ചുണ്ടിൻ്റെ തൊലിയും ഉള്ളി നമുക്ക് ഈ ഗമ്മും അതിൻ്റെ റൂഫൊക്കെ നമുക്ക് സംസാരിക്കണമെങ്കിലും അല്ലെങ്കിൽ കഴിക്കണമെങ്കിലും കുടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനും നമ്മളൊരു നോർമലായിട്ടുള്ളൊരു സ്ട്രക്ചറും സംസാരിക്കാനും കഴിക്കാനൊക്കെ കഴിയണമെങ്കിൽ 12 സർജറീസ് എനിക്ക് ഗോത്രൂ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ അച്ഛനമ്മയുടെ സഹായം വെച്ച് എന്താ പറയുക ദൈവം സഹായിച്ച് നല്ല ഡോക്ടേഴ്സ് എനിക്ക് കിട്ടി, സർജൻസ് കിട്ടി. അപ്പോൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളെ പ്രോത്സാഹിച്ച് നമ്മളെ എൻകറേജ് ചെയ്തിട്ടാണ്. ആരും എൻ്റെ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, ഞാൻ ഒരു പബ്ലിക് ഫിഗറോ അല്ലെങ്കിൽ ഒരു നടനാവും എന്നുള്ളൊരു പ്രതീക്ഷയേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിനോടും എൻ്റെ അച്ഛനമ്മയോടും എൻ്റെ സുഹൃത്തുക്കളും സർജൻസും കാരണമാണ് എനിക്ക് നന്ദി അറിയിക്കേണ്ടത്. അവർ കാരണമാണ് ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ചാലഞ്ചസ് വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതും ഇതൊക്കെ വലിയ ചാലഞ്ചാണ് എന്നെപ്പോലെ ജനിക്കുന്ന കുട്ടികൾക്ക്. അതുപോലെ ഒരു ചാലഞ്ചിൽ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് ഒരുപാട് ടാലൻസും സ്കിൽസും തരുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമെന്ന് പോലെ എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മൾ വന്ന വഴിയിൽ സുഹൃത്തുക്കളും എല്ലാവരും അത്രയും സഹായിച്ചിട്ടുണ്ട്, പ്രോത്സാഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് സിനിമയിൽ എത്തിപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റയൊരു ഫോർമുല ഉള്ളൂ. പാഷനെ ഫോളോ ചെയ്യുക. ഭയങ്കര ഭീകരമായിട്ട് നമ്മൾ ആ ഒരു പാഷനിലേക്ക് കിടക്കാൻ എന്താണ്, ആ ഇൻഡസ്ട്രിയിലേക്ക് കിടക്കാൻ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വർക്ക് ചെയ്യണം. യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. അപ്പോൾ ഈ ചലഞ്ച് ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ചാലഞ്ചാണ്. ഇനി ഒരുപാട് ചലഞ്ചസ് പലവർക്കും ഉണ്ട്. അപ്പോൾ അതുപോലെ ചാലഞ്ചസ് ഗോത്രൂ ചെയ്ത് കടന്ന് വന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ IFFKയിൽ ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ കാണുന്നു. അവരെ കണ്ട് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ പഠിക്കുന്നത് വളരെ നോൺ സ്റ്റോപ്പ് ഒരു പ്രോസസ്സാണ് മരിക്കുന്നവരെ. അപ്പോൾ ഞാൻ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്ന സിനിമയിൽ എത്തിപ്പെടുന്നത് ഒരു ഷോർട്ട് ഫിലിം വഴിയാണ്. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഞാൻ ഡയറക്റ്റ് ചെയ്ത് ആക്ട് ചെയ്തു. കാരണം എനിക്കാദ്യം അറിയേണ്ടതായിരുന്നു, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല സിനിമയിൽ. അപ്പോൾ എനിക്ക് അറിയേണ്ടതായിരുന്നു ഞാൻ എങ്ങനെയാണ് ഈ സ്ക്രീനിൽ, അതായത് നമുക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ എങ്ങനെയാണ് നമുക്കൊരു ശ്രമം നടത്തുന്നതെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിംസാണ്. അപ്പം നമ്മുടെ ജനറേഷൻ വളരെ വളരെ ഗിഫ്റ്റഡാണ്, ബ്ലെസ്ഡാണ് സോഷ്യൽ മീഡിയ കാരണം. സോഷ്യൽ മീഡിയ കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. യൂട്യൂബും ഫേസ്ബുക്കും ഇല്ലെങ്കിൽ ഞാനിവിടെ ഇല്ല. പിന്നെ ആ ഒരു വർക്ക് നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയാലും അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആയാലും ആ ഷോർട്ട് ഫിലിം അവിടെ ഒന്നും നമുക്ക് ആ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ഒന്ന് ഇട്ടാൽ മതി. പിന്നെ അതങ്ങനെ ആർക്ക് വേണമെങ്കിലും US ആഫ്രിക്കയോ നാട്ടിലോ അല്ലെങ്കിൽ ദുബായിലോ ആർക്കും വേണമെങ്കിൽ കാണാം. അപ്പം ഞാൻ ദുബായിലാണ് വളർന്നത്. അപ്പോൾ ദുബായിൽ വളർന്നിട്ട് പിന്നെ ഞാനൊരു തമിഴൻ കൂടിയാണ്. അപ്പോൾ എനിക്ക് കേരളവുമായിട്ട് കുടുംബത്തിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ മലയാള സിനിമയിൽ ഇത്രയും നിലയിൽ നിൽക്കുന്നതൊക്കെ അൺബിലീവബിളാണ്. പക്ഷേ എനിക്ക് നന്ദി അറിയിക്കേണ്ടത് മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും എന്നെ സഹായിച്ച് എന്നെ പ്രോത്സാഹിച്ച എല്ലാവർക്കും ആണ് എനിക്ക് നന്ദി അറിയിക്കേണ്ടത് മലയാള സിനിമയിൽ. അപ്പോൾ എനിക്ക് എന്നെന്നും എപ്പോഴും മലയാള സിനിമയായിട്ട് ഒരു നന്ദി എപ്പോഴും ഉണ്ട്. ആൻഡ് ഞാൻ കമൽ സാറിന് എത്രയും വലിയ ഫാനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കമൽ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ദത്തെടുത്ത് കേരള എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നെയും ദത്തെടുത്ത് മലയാളം സിനിമയാണ്. ആൻഡ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു മലയാളി നടൻ എന്നാണ് ചെന്നൈയിലും അറിയപ്പെടുന്നത്. അപ്പോൾ അതിനേക്കാളും വലിയൊരു പ്രസ്റ്റീജിയസ് ഇതില്ല, ഒരു പ്രിവിലേജാണത്. അപ്പോൾ വളരെയധികം സന്തോഷം ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇവിടെ ഞാൻ വന്നതും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മദർ ടങ് തമിഴാണ്. അപ്പോൾ തമിഴ് സംസാരിക്കുന്നത് പോലും ഭയങ്കര ചാലഞ്ചായിരുന്നു. എന്നിട്ട് എനിക്ക് മലയാളം പഠിക്കണമെങ്കിൽ കുറച്ചും കൂടി എനിക്കത് ഒരു ചാലഞ്ചായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ആ കഴിവ് തന്നതിൽ
ഇത്രയും സ്ഫുടമായിട്ട് എനിക്ക് ഇത്രയും മലയാളം സംസാരിക്കാൻ കഴിയുന്നതിൽ, അത് പഠിക്കാൻ എടുക്കുന്നതിലും, പിന്നെ ജേക്കബ് സ്വർഗരാജൻ മുതൽ 1000 ബേബീസ് വരെ ഈ യാത്രയുടെ കുറിച്ച് എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. കാരണം എനിക്ക് ഭംഗിയുടെ കുറിച്ച് വലിയ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. എനിക്ക് കാണാൻ അത്രയും വലിയ എന്താ പറയുക ഒരു ലുക്കോ ഇതോ ഒരുപാട് സ്കാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സർജറീസൊക്കെ ഗോത്രൂ ചെയ്തിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് സിനിമയിൽ കയറാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അപ്പോൾ സിനിമയിലേക്ക് എങ്ങനെയാണ് നമുക്ക് ധൈര്യമായിട്ട് ചെയ്തു മോനെന്നൊക്കെ. പക്ഷേ എത്ര ധൈര്യം ആര് പറഞ്ഞാലും നമുക്ക് ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ആത്മവിശ്വാസം എങ്ങനെയാണ് നമുക്ക് നമ്മൾ വരുത്തേണ്ടതെന്ന് വെച്ചാൽ, ഒരുപാട് ശ്രമങ്ങൾ നടത്തി ആളുകൾ ചിലപ്പം ചിരിക്കും, ആളുകൾ പുച്ഛത്തോടെ ചിലപ്പോൾ നോക്കും, എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. അപ്പോൾ അത് ചിലപ്പം നമ്മൾ ഫാമിലിയുള്ള ദൂരത്തെ ബന്ധുക്കളായാലും അല്ലെങ്കിൽ ചില ക്ലാസ്മേറ്റ്സ് ആയാലും ആരായാലും എപ്പോഴും ആ ഒരു കോൺഷ്യസ്നെസ് എപ്പോഴും കാണും. അപ്പോൾ ഇതൊക്കെ ഗോത്രൂ ചെയ്തിട്ട് ഇതൊക്കെ പാസ് ചെയ്തിട്ട് എന്നെപ്പോലെ ഒരുത്തൻ ഇത്രയും നിലയിൽ നിൽക്കാൻ പറ്റുവാണെങ്കിൽ, അപ്പോൾ എന്നെപ്പോലെ ജനിക്കുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ പല ചാലഞ്ചസ് ഉള്ള ആരായാലും ആർക്ക് വേണമെങ്കിലും ഇത് സാധിക്കാം എന്നാണ് എൻ്റെ ഒരു സ്ട്രോങ് ബിലീഫാണ്. ആൻഡ് ആ ബിലീഫിന് കുറച്ചുകൂടി നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേക്കബിൻ്റെ സ്വർഗരാജൻ തൊട്ട് 1000 ബേബീസ് വരെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സന്തോഷവും എൻ്റെ ഭാഗ്യവും. അപ്പോൾ തീർച്ചയായിട്ടും നെവർ എവർ ലൂസ് ഹോപ്പ് ആൻഡ് നെവർ എവർ ലൂസ് സെൽഫ് ബിലീഫ്. ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബ്രേക്ക് ദ നോർമൽ. ഇറ്റ്സ് ഓക്കെ ടു ബി നമ്മുടെ മൈൻഡിൽ ചിന്തിക്കുന്ന നോർമൽ അല്ല നോർമൽ എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയും കേട്ടതിൽ കുറച്ചെങ്കിലും ചിലവർക്ക് അത് മോട്ടിവേറ്റ് ആയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ദിസ് ഈസ് മൈ സ്റ്റോറി ആൻഡ് ഐ റിയലി തിങ്ക് all of you have better stories to say. All the best to all of you. Thank you.